സഹലാണ് ജോർജ് എന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇലക്ഷൻ റിസൾട്ട്സ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. അന്നേ ദിവസം തന്നെ പ്രീ മെഡിക്കൽ എക്സാമിനേഷനായ നീറ്റിന്റെ റിസൾട്ട്സ് അവർ അനൗൺസ് ചെയ്തു. എന്തുകൊണ്ടാണ് അന്നേ ദിവസം തന്നെ നീറ്റിന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യാൻ എത്ര തിരക്കപ്പെട്ടത്? ശരിക്കും നീറ്റിന്റെ റിസൾട്ട്സ് വരേണ്ടിയിരുന്നത് ഈ മാസം 14-ാം തീയതി അല്ലേ? എന്തുകൊണ്ട് 4-ാം തീയതി അനൗൺസ് ചെയ്തു? അപ്പോൾ നീറ്റിനെ ബേസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നീറ്റ് ഒരു സ്കാം ആണെന്നുള്ള രീതിക്ക് പല ടോക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നീറ്റ് ഒരു സ്കാം ആണെന്ന് പറയുന്നതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നീറ്റിന്റെ റിസൾട്ട്സ് വരാനിരുന്നിരുന്നത് ഈ മാസം 14-ാം തീയതിയാണ്. പക്ഷേ ഇലക്ഷന്റെ റിസൾട്ട്സ് വന്ന അന്നേ ദിവസം തന്നെ നീറ്റിന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊരു സ്കാം ആയിരുന്നെങ്കിൽ നീറ്റിന്റെ റിസൾട്ട്സ് 14-ാം തീയതി അനൗൺസ് ചെയ്യുന്നതിലും ഭേദം ഇലക്ഷന്റെ കൂടെ അങ്ങ് അനൗൺസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അധികം ഇതിനെപ്പറ്റി ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിനൊരു സ്കാം എന്ന് വിളിക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രാവശ്യം എയർ ഇന്ത്യ 1 കിട്ടിയേക്കുന്നത്, ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയേക്കുന്നത് 67 സ്റ്റുഡൻസിനാണ്. അത് പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഇതേ എക്സാമിന് നീറ്റ് 2023 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ 2 സ്റ്റുഡൻസിനായിരുന്നു. അതിന് മുമ്പത്തെ വർഷം 4 സ്റ്റുഡൻസിനായിരുന്നു. 67 സ്റ്റുഡൻസിന് 720 ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്. ഞാൻ നീറ്റ് എഴുതിയൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുമാത്രം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഇതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ 67 സ്റ്റുഡൻസിനകത്ത് 6 സ്റ്റുഡൻസ് ഒരേ സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് പോസിബിൾ? നടക്കാതിരിക്കാം. ടെക്നിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 67 സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കാം. അതിനകത്ത് അത് കഴിഞ്ഞ് വന്ന റാങ്കിലുള്ള 2 സ്റ്റുഡൻസിന് മാർക്ക് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ മാർക്ക് 719 ഒരാളുടെ മാർക്ക് 718 അതൊരിക്കലും ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. കാരണം ഒരു റൈറ്റ് ആൻസറിന് നമുക്ക് നീറ്റിൽ കിട്ടുന്ന 4 മാർക്കും ഒരു റോങ് ആൻസറിന് -1 കിട്ടുന്നത്. ഇപ്പോൾ ആൻസർ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 മാർക്ക് പോകും. ഇപ്പോൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ തെറ്റാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് പോകും. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ്ലി കിട്ടേണ്ട മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണെന്നുണ്ടെങ്കിൽ അതിന് 715 മാർക്കും, അറ്റൻഡ് ചെയ്യാതെ വിട്ടതാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ടത് 716 മാർക്കുമാണ്. പക്ഷേ ഇത് 719 718 എന്ത് വിധത്തിലാണ് അവർ കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഒരുപാട് സ്റ്റുഡൻസ് NTA ട്വിറ്ററിലൊക്കെ ടാഗ് ചെയ്തിട്ട് ചോദിച്ച സമയത്ത് എന്തുകൊണ്ടാണ് 719 718 മാർക്ക് കിട്ടാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ച സമയത്ത് NTA പറഞ്ഞത് ഗ്രേസ് മാർക്സ് എന്നാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയ നീറ്റിനകത്ത് ഗ്രേസ് മാർക്സ് എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് എക്സ്ട്രാ മാർക്സ് ഫോർ എക്സ്ട്രാ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്നും എന്താ പറയുക? പിന്നെ അതിനുശേഷം NTA തന്നെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു, വ്യക്തമായിട്ട് ടൈം കിട്ടാത്ത സ്റ്റുഡൻസിനാണ് എക്സ്ട്രാ മാർക്സ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് നീറ്റ് എഴുതാൻ നേരത്ത് കുറച്ച് സമയം നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പേരിലാണ് അവർക്ക് എക്സ്ട്രാ മാർക്സ് കൊടുത്തിരിക്കുന്നതെന്നാണ്. അത് എത്ര മാർക്കാണെന്നോ എത്ര സമയം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണെന്നോ ഒരു വ്യക്തമായ ധാരണ NTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്താണെന്ന് നമുക്ക് വ്യക്തമായൊരു വിവരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനൊരു സ്കാം എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഇത് തികച്ചൊരു സ്കാം ആണെന്ന് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.